ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളായി, രാവിന്റെ ദീപങ്ങളായി തെളിയു താരങ്ങളെ. ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളായി, രാവിന്റെ ദീപങ്ങളായി തെളിയു താരങ്ങളെ. തളിരണിയും തരുനിരയും കുളിരേകും ചോലകളും സ്തുതിപാടും കീർത്തനമൊന്നായി പാടാം സ്വർഗീയ സംഗീതമായി. ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളായി, രാവിന്റെ ദീപങ്ങളായി തെളിയു താരങ്ങളെ. അലകടൽ മീതെ നീ നടന്നു അന്ധന് കാഴ്ചയേകി, അലകടൽ മീതെ നീ നടന്നു അന്ധന് കാഴ്ചയേകി. അഞ്ചപ്പവും മീനും അയ്യായിരങ്ങൾ കേകി, അരികെ അണഞ്ഞോർക്കായി അലിവോടെ തുണയേകി. ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളായി, രാവിന്റെ ദീപങ്ങളായി തെളിയു താരങ്ങളെ. കാൽവരി മലയിൽ യാഗമായി മർത്യനു രക്ഷയേകി, കാൽവരി മലയിൽ യാഗമായി മർത്യനു രക്ഷയേകി. തിരുമാംസവും നിണവും തിരുഭോജ്യമായേകി, ബലിവേദിയിൽ നിത്യം തുടരുന്നതിന്നെന്നും. ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളായി, രാവിന്റെ ദീപങ്ങളായി തെളിയു താരങ്ങളെ. തളിരണിയും കരുനിരയും കുളിരേകും ചോലകളും സ്തുതിപാടും കീർത്തനമൊന്നായി പാടാം സ്വർഗീയ സംഗീതമായി.
ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നിട്ട് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ 24 വർഷങ്ങൾ പൂർത്തിയാക്കി 25ാമത്തെ വർഷത്തിലേക്ക് അവർ രണ്ടുപേരും പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ 1988 ഡിസംബർ മാസം 26-ാം തീയതി കല്ലാനോട് സെൻറ് മേരീസ് ഇടവകയിൽ വെച്ച് വൈദികനായി. 1988 ഡിസംബർ മാസം 29-ാം തീയതി വെലങ്ങാട് സെൻറ് ജോർജ് ഇടവകയിൽ വെച്ച് ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും വൈദികനായി. ഒന്നുകിൽ ലങ്കാസ് രൂപതയുടെ മഹത്വം, അല്ലെങ്കിൽ നന്മ, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ, എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. രണ്ടുപേരും ഒരേ രൂപതയിൽ തന്നെയുള്ള ആളുകൾ, രണ്ടുപേരും ഒരേ സെമിനാരിയിൽ, ആലുവ മംഗലപ്പുഴ സെമിനാരിൽ പഠിച്ച രണ്ടുപേര്, ഒരേ രൂപതയിൽ തന്നെ നീണ്ട വർഷങ്ങൾ സേവനം ചെയ്തു. താമരശ്ശേരി രൂപതയിൽ സേവനം ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച്, നീ വല്ല ഇരട്ടയാണെന്ന് സംശയം തോന്നുന്നു, ഒരുമിച്ച് നമുക്ക് ഈ ലങ്കാസ് ഡയസിസിൽ ചാപ്ലൈനായിട്ട് സേവനം ചെയ്യാൻ വന്നെത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാം കൊണ്ടും ഭാഗ്യമുണ്ട് ഇങ്ങനെയുള്ള ഒരവസരത്തിൽ, ജൂബിലിയുടെ അവസരത്തിൽ, അതിൻ്റെ ജൂബിലി തിരികൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കഴിയുന്നത്. ഈ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. ആഘോഷം എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. കൂടുതലും പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ കരുതുന്നു. അതുകൊണ്ട് തന്നെയും ജൂബിലിയുടെ ആഘോഷം തുടങ്ങുമ്പോൾ തന്നെയും അതിൻ്റെ ഏറ്റവും ധന്യമായ കർത്താവിൻ്റെ സന്നിധിയിൽ തോമസ് അച്ഛനും അതുപോലെ മാത്യു അച്ഛനും ഏറ്റെടുത്തിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ മനോഹരമായിട്ടുള്ള ആ ദൗത്യം മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് നാം ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാവും, 24 വർഷങ്ങൾ എത്ര വേഗം കടന്നുപോയത്. അല്ലെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരത് നന്ദിയാക്കി മാറ്റും, കൃപയാക്കി മാറ്റുമെന്നത് യാതൊരു സംശയവുമില്ല.
നമുക്ക് ഒരുമിച്ച സന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുടെ പ്രകാശനമായുള്ള വിശുദ്ധ കുർബാന നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടെല്ലാം കൊണ്ടും യോഗ്യൻ. കാരണം അച്ഛൻ്റെ വൈദികനായ ദിവസം ഇന്ന് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും അച്ഛൻ തന്നെയാണ് അതിന് ക്രമപ്പെട്ടയാൾ. അച്ഛന് എല്ലാ അധികാരവും കൊടുത്തു കഴിഞ്ഞ് കുർബാന എല്ലാനായിട്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ പ്രധാന കാർമ്മികത്വത്തിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 8 പേരും തങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലിയുടെ തുടക്കത്തിലായി എന്ന് അവർ തന്നെ ഓർക്കുകയും നമ്മെ അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സ്നേഹപൂർവ്വമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇർത്താരയിൽ വെച്ചിരിക്കുന്ന തിരി 2 പേരും തെളിച്ച് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് പ്രവേശിക്കും. ശാന്തി പ്രത്യാശയുമെന്നേക്കും ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ദൈവികതായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സന്ദർഭങ്ങളെ പെരുമാറാൻ അവന് കഴിയും. Hallelujah.
പരിശുദ്ധാത്മാവിലും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ശുഭാലറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ, ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹമുള്ള മക്കളെ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ ബലിപീഠത്തോട് ഈ രണ്ട് വൈദികരും തങ്ങളുടെ ജീവിതം ബലിയായി അർപ്പിച്ചിട്ട് 24 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് നീണ്ട ജൈത്ര യാത്ര നടത്തുകയാണ്. വീണ്ടും തങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപയും ശക്തിയും ദൈവം വാത്സല്യമുള്ള ഈ വൈദികർക്ക് നൽകട്ടെ എന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നാം പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ ചുട്ടെടുത്ത അപ്പം ഭക്ഷിച്ചിട്ട് യാത്ര പോകുന്ന പ്രവാചകനുണ്ട്. ക്ഷീണിച്ച് തകർന്ന മുൾച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനായ പ്രവാചകനെ ദൈവം വിളിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഭക്ഷിക്കുക, പാനം ചെയ്യുക, വീണ്ടും നിന്റെ യാത്ര മുൻപോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിൽ ചുട്ടെടുത്ത അപ്പം കൊടുത്തിട്ട് വെള്ളവും കൊടുത്ത് ആ മനുഷ്യനെ യാത്രയാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ശ്രദ്ധ തരുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വൈദികരും തങ്ങളുടെ യാത്ര ഇത്രയും കൊണ്ടുപോയതും ഇനി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നവരെ കൊണ്ടുപോകുവാൻ ഇവരെ മനസ്സിൽ കരുതുന്നത്. അവസാന ശ്വാസം വരെയും ദൈവത്തിൻ്റെ വിശുദ്ധ ബലിപീഠത്തിൽ തങ്ങളുടെ ശുശ്രൂഷകൾ എന്നും വിശ്വസ്തയോടെ ചെയ്യുന്നവരാണ്. ദൈവവർക്ക് ശക്തി കൊടുക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ നാം ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 3 കുഞ്ഞു ചിന്തകൾ ഇന്നത്തെ നമ്മളുടെ ഈ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധിപ്പിച്ച് നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിൽ
കർത്താവായ രണ്ട് ശുശ്രൂഷകരെ പ്രത്യേകമായി വിളിച്ചിരിക്കുകയും ദൈവത്തിൽ വളരെയേറെ പ്രവാചകന്മാരെ ദൈവം വിളിക്കുന്നുണ്ട്. അതിൽ നിന്നും പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനത നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിന്റെ രക്തം നുകരുന്ന അതരം നിർമ്മലമാകണമേ. നിന്റെ ശരീരം ഉയർത്തുന്ന കൈകൾ പാവനമാകണമേ. ലൗകികമോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ദൈവികതാതിരിലെന്നും വചനം മാസുരമാക്കണമേ. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുക്തമാക്കണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി വിളിച്ച് ജന്മം പിൻമുടി ചൂടട്ടെ. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരാ.
യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാമായിരുന്നോ രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ പന്മരാജികൾ നിഴലും രാവിൽ വെള്ളിയേങ്ങൾ മുഴുവാൻ താരകൻ തന്നെ നോക്കി ആട്ടിടയന്മാർ വന്നു താരകൻ തന്നെ നോക്കി ആട്ടിടയന്മാർ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു രാജാതിരാജന്റെ പൊന്തിരുമേനി രാജാവിരാജന്റെ പൊന്തിരുമേനി അവർ കാലത്തോടൊത്തിൽ കണ്ടു വണ്ണരാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരകരാജകുമാരിയോ തന്നു തിങ്കൾ കലവാടി കണ്ടു വണങ്ങിടുവാൻ അവർ കാലിത്തോഴത്തിൽ വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാലിത്തോഴത്തിൽ വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ വണ്ണരാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരകരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി മുൻപട്ട തോമസ് അച്ഛൻ്റെയും മാത്യു അച്ഛൻ്റെയും ജൂബിലി വർഷം ആരംഭിച്ചു. ഇതിൻ്റെ ചെറിയ ഒരു അനുമോദന സമ്മേളനം പോലെ ഉള്ള ഈ പള്ളിയിൽ വെച്ച് തന്നെ കൂടുകയാണ്. ഹോളിൽ നമുക്ക് മറ്റ് അനുമോദന സമ്മേളനം ഇല്ലാത്തതുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെ ചെറിയ ഒരു സമ്മേളനം, അതിൻ്റെ സമ്മേളനത്തിൻ്റെതായിട്ടുള്ള മട്ടും ഭാവമൊന്നുമില്ല, കുടുംബ സമ്മേളനമായി മാത്രം അതിനെ കരുതിയാൽ മതിയാകും. ആദ്യമായിട്ട് പ്രത്യേകമായും ജേക്കബിനെയും ലീലാമ്മയും
രണ്ടുപേരെയും പ്രത്യേകമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കരുള്ള വൈദികർക്ക് സ്നേഹത്തിൻ്റെ പൂച്ചെണ്ട കൊടുത്ത് അവരെ അനുമോദിക്കുക. അത് കൈയടിച്ചത് രണ്ടുപേരെയും ആശംസകൾ നേരാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാത്യു ജോർജ് സ്നേഹിച്ചു. ബ്ലാക്ക് പൂൾ കമ്മ്യൂണിറ്റിയിൽ സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം ഇവിടെ നിലവിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെയും മാത്യു അച്ഛൻ്റെയും പൗരോഹിത്യത്തിൻ്റെ 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷത്തിൽ അവരുടെ ആ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് ഈ ബ്ലാക്ക് പൂളിലുള്ള നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിറ്റി ഒന്നടങ്കം വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ നമുക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ 2 വൈദികർ, അതായത് താമരശ്ശേരി രൂപതയിൽ നിന്ന് ഇവിടെ വന്നു. അവരുടെ 2 പേരുടെയും കൂടെ ജൂബിലി 25ാം വർഷത്തിൻ്റെ തുടക്കം കുറിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ നാട്ടിലാണെങ്കിൽ ഇതിലും വളരെ ഗംഭീരമായ രീതിയിലൊക്കെ ജൂബിലി ആഘോഷങ്ങൾ നടക്കും. എന്നാൽ ഈ UK-യുടെ പ്രത്യേക സാഹചര്യത്തിൽ ബ്ലാക്ക് പൂളിൽ 40-45 ഫാമിലി ആണ് ഇവിടെ ഉള്ളത്. അവരുടെ എല്ലാ പ്രതിനിധികളും എല്ലാ ഫാമിലിയും മൊത്തമായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഇല്ലാതെ ഇവിടെ ഇല്ല, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ താല്പര്യം എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ജൂബിലി നമുക്ക് ഇവിടെ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛന്മാർക്ക് നൽകുവാനായിട്ടുള്ള അവർക്ക് പ്രാർത്ഥനാ സഹായങ്ങൾ, അവരുടെ ഈ പൗരോഹിത്യ പ്രവർത്തനങ്ങൾ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലങ്കാശി രൂപതയിലെ മലയാളി കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുവാനായിട്ടാണ് ഇവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥന മംഗളങ്ങൾ നേരാം. അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സർവശക്തൻ്റെ അനുഗ്രഹം ഇവർക്ക് ധാരാളമായി ഉണ്ടാകുവാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട സോണിയച്ചൻ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരേ സ്ഥലത്തു നിന്ന് വന്ന 2 വൈദികരുടെ ജോലി ഇവിടെ വെച്ച് ഇത് തുടക്കം കുറിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട തോമസ് അച്ഛനെയും മാത്യു അച്ഛനെയും ബ്ലാക്ക് പൂളിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ സഹായങ്ങളും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഈ ബ്ലാക്ക് പൂൾ കമ്മ്യൂണിറ്റിയുടെ സ്നേഹ ഉപകാരം നൽകുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ടോമിയെയും അതുപോലെ ട്രീസ ചേച്ചിയെയും സ്നേഹപൂർവ്വം ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ നേരുകയാണ്.
നമ്മുടെ ഇടവകയുടെ സൺഡേ സ്കൂളിൻ്റെ പ്രതിനിധിയായി ആശംസകൾ നേരുന്നതിന് വേണ്ടി ടീസ TCBയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Good evening, everyone. It gives me great pleasure today to stand here and have the opportunity to express my best wishes to Father Thomas and Father Matthew. As you all know, our beloved priests are celebrating 25 years of priesthood, and we are blessed to share it with them. For our community and faith, the presence of the priests has been phenomenal. It helps us strengthen our roots and reaffirm the traditions through Mass and prayer. This would not have been possible without the support of both Father Matthew and Father Thomas. Being a priest is a special vocation and calling which requires a lot of hard work and determination. Especially for our priests to come from Kerala and adjust to the way of life here would not have been easy. The sacrifices and compromises they make for the sake of God and to help us develop in our faith is admirable. I want to wish you both many more successful years of priesthood ahead. We hope you continue to inspire and be role models for our community. On behalf of everyone, I express the gratitude we have for your role in our lives. Thank you. We hope you enjoy the celebration we have prepared. Thank you. സൺഡേ സ്കൂൾ കുട്ടികളുടെ സ്നേഹോപകാരം നൽകുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട സ്നേഹമുള്ള മെവിൻ മെൻസന്റിനെയും ആൻമരിയ ജോണിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഒരു മംഗളം നേർന്നുകൊണ്ട് ഒരു മംഗളഗാനം പാടുകയാണ്. തിരിച്ചിട്ടും മറിച്ചിട്ടും കഴിച്ചിട്ടും കരിച്ചിട്ടും മംഗളങ്ങൾ പാടുന്നു. സ്നേഹം ജൂബിലി മധുരത്തിലാണ്, ജൂബിലി ഘോഷിച്ചിടാൻ ഇന്നീ കമലത്തിലാണ്. ഇടവകയുടെ കാലമാണല്ലോ, സ്നേഹത്തിന്റെ സമുദയാണല്ലോ. ഇന്ത്യൻ പള്ളിക്ക് അഭിമാനമാകും മാത്യു അച്ഛനും തോമസ് അച്ഛനും മംഗളങ്ങൾ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും കരിച്ചിട്ടും മംഗളങ്ങൾ ഞങ്ങൾ പാടുന്നു.
തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും കരിച്ചിട്ടും മംഗളങ്ങൾ ഞങ്ങൾ പാടുന്നു. മംഗളം ഏതുന്നു ബോധമായി സ്നേഹമായി ഗാനമായി ഒരു മയമായി നന്ദിയോടെ ഭക്തിയോടെ കിടുന്നു മംഗളം. എന്നിലെ പുണ്യമായി നിന്നും വഴികാട്ടിയാകട്ടെ. ഒഴുകുന്ന വഴികളിൽ നടന്നെ അനുഗ്രഹം കൃപയായി മഴയായി ഒഴുകും. അന്മാർന്നെ തിരുവൻ നടന്നെ പണ്ടരം അച്ഛന്മാർക്കൊപ്പം എന്നും എന്നിലെ പള്ളിക്ക് അഭിമാനമാകും. വാക്യവും അച്ഛനും തോമസ് അച്ഛനും മംഗളങ്ങൾ തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ധരിച്ചിട്ടും മക്കളും ഞങ്ങൾ പാടുന്നു. ജൂബിലേറിയൻ മധ്യച്ച, പ്രിയ ബഹുമാനപ്പെട്ട സോണിയച്ച, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. പൗരോഹിത്യത്തിൻ്റെ 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് തന്നെ നിങ്ങളോടൊപ്പം ഒന്നിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമൊക്കെ സാധിച്ചതിൽ വളരെ ഒത്തിരിയേറെ തമ്പുരാന് നന്ദി പറയുകയാണ്. ഈ ജൂബിലി ആഘോഷത്തിൻ്റെ ആരംഭം തിരികെത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ചു. ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, എൻ്റെ പേരിലാണെങ്കിൽ പോലും പിന്നിൽ പ്രവർത്തിച്ച ഫാദർ മാത്യു അച്ഛനും അതുപോലെ തന്നെ ഇവിടെയുള്ളതായ ഈ ബ്ലാക്ക് പൂൾ കമ്മ്യൂണിറ്റിയോടും ഞങ്ങളെക്കുറിച്ച് നല്ല വാക്കുകളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും വളരെ മനോഹരമായിട്ട് പകർന്നു നൽകിയാനായിട്ട് മാഞ്ചസ്റ്ററിൽ നിന്ന് ഇവിടെ വരുവാനും ഞങ്ങളോടുള്ള സ്നേഹത്തിൽ പങ്കുചേരുവാനും ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുവാനുമൊക്കെ കടന്നു വന്ന സോണീസിനും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ വിശദമായിട്ട് സംസാരിക്കേണ്ട സമയമല്ല എന്നെനിക്കറിയാം. കാരണം ഇപ്പോൾ തന്നെ സമയം ഒത്തിരി ഏറെ ആയിട്ടുണ്ട്. കൊച്ചുങ്ങളൊക്കെ മകളുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ സൈനാണ്. ഞങ്ങൾക്ക് പോകാൻ സമയമായി എന്നാണ് അവർ മൗനമായിട്ട് വേറെ വിധത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ യഹൂദിയാരി എന്നുള്ള പാട്ട് കേട്ടപ്പോഴേ ഞങ്ങളുടെ ഓർമ്മകളൊക്കെ സെമിനാരിയിലേക്ക് പോയി. കാരണം ഞാൻ ഫിലോസഫി പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയ പാട്ടാണത്. ഞങ്ങളന്ന് ഫിലോസഫി പഠിച്ചു 1982-83 കാലഘട്ടത്തിലായിരിക്കും. ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലത്താണ് ആ പാട്ട് ഇറങ്ങുന്നത്. അന്ന് വളരെ ഫേമസ് ആയിരുന്നു ആ പാട്ട്. 25 വർഷത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോയ ഒത്തിരിയേറെ സമയമെടുക്കും. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. സാധാരണ ജൂബിലി 50 വർഷം കൂടുമ്പോഴാണ് ആഘോഷിക്കാനായിട്ട് ബൈബിളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് 25ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ കാരണം 50 വർഷം ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ 25 ആഘോഷിക്കുന്നത് മാത്രമേ. പക്ഷെ എനിക്ക് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് 25 അത്ര വലിയ ആഘോഷിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല. മിക്കവാറും 50 ആഘോഷിക്കാനായിട്ട് ഉണ്ടാകുമായിരിക്കും. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പൗരോഹിത്യം ഞാൻ ഓർക്കുകയായിരുന്നു. അച്ഛനാകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തതൊക്കെ ഒത്തിരിയേറെ അതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരിയേറെ ചരിത്രമുണ്ട്. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാണ് സെമിനാരിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് പോരാൻ നേരത്ത് റെക്ടറച്ചൻ പറഞ്ഞു, ഇനി തിരിച്ചു വരണമെങ്കിൽ ഞാൻ എഴുത്തയക്കുമെന്ന് പറഞ്ഞു. പിന്നത്തെ സെമിനാർ തുറക്കുന്ന സമയമായിട്ട് എഴുത്തൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തിരിച്ചു വരണ്ടെന്നായിരിക്കും റെക്ടറച്ചൻ്റെ തീരുമാനം വിചാരിച്ച് ഞാൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത്. അന്നേരമാണ് സെമിനാരിയിൽ നിന്ന് ഒരാളെ പറഞ്ഞയച്ചുക, എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വേറെ സെമിനാരിക്കാരൻ വീട്ടിൽ അന്വേഷിച്ചു വന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അത് ആദ്യത്തെ ചരിത്രം. പിന്നെ ഫിലോസഫി കഴിഞ്ഞപ്പോൾ ഇനി സെമിനാരിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി പോകുന്നതാണ് സെമിനാരി ജീവിതം. കാരണം ഫിലോസഫിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര ബുദ്ധിയൊക്കെ ഒത്തിരിയേറെ അങ്ങോട്ട് എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന മനോഭാവത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി സെമിനാരി ജീവിതമൊന്നും പറ്റിയേല, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി പരിപാടി അവസാനിപ്പിച്ചു പോന്നു. പിന്നെ തമ്പുരാൻ വളച്ചിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്.
റീജൻസി കാലത്ത് വലിയൊരു സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ സംഭവത്തിൻ്റെ അതിലാണ് പിന്നീട് തിരിച്ചു പോകാനും ജീവിതം ഈ പൗരോഹിത്യത്തിലേക്ക് സമർപ്പിക്കാനൊക്കെ തീരുമാനമെടുക്കുന്നതൊക്കെ ഒക്കെ ഒത്തിരിയേറെ ചരിത്രമുള്ളതാണ്. അച്ഛനാകുമ്പോഴും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പൗരോഹിത്യത്തിലേക്ക് ജീവിക്കാനായിട്ടൊക്കെ സാധിക്കുമോ എന്നൊക്കെ ഒത്തിരിയേറെ മനസ്സിൽ ഒത്തിരിയേറെ ആകുലതകളും വ്യാകുലതകളൊക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തമ്പുരാൻ്റെ അനുഗ്രഹം ഒത്തിരിയേറെ പറയാതിരിക്കാൻ പറ്റിയല്ല. ഒത്തിരിയേറെ അവസരങ്ങളിൽ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒന്നുമല്ലായിരുന്നിട്ടും ഇന്ന് ഇവിടം വരെയൊക്കെ എത്തി നേർന്നു. ഒരിക്കലും ലണ്ടനിലൊന്നും ഈ ഇംഗ്ലണ്ടിലൊന്നും വരുമെന്ന് ഒരിക്കലും ജീവിതത്തിൽ സ്വപ്നം പോലും കണ്ടതല്ല. തമ്പുരാൻ്റെ വഴികൾ നമുക്കാർക്കും മനസ്സിലാകുകയില്ല എന്നുള്ളത് വലിയ വാസ്തവമാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തോടെ ഒന്നല്ല തമ്പുരാൻ നമ്മളെ കൊണ്ടുപോകുക. സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ വളരെ മധ്യജനക്ക് അറിയാം, വലിയ അറിയപ്പെടുന്ന ഒരു ബ്രദർ സെമിനാരിക്കാരനൊന്നും ആയിരുന്നില്ല. ഞാൻ വളരെ നിശബ്ദനായിട്ട് കുറേ പുസ്തകം വായന എൻ്റെ വലിയൊരു ഹോബിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ആരോ സെമിനാറിൽ ലൈബ്രറിനൊക്കെ ആക്കിയിട്ടുണ്ട്. ആരോ സെമിനാരി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ്. അവിടുത്തെ ലൈബ്രറിനൊക്കെ ആക്കിയത് തന്നെ. കാരണം ഞാൻ ഭയങ്കര പുസ്തക വായനക്കാരനായിരുന്നു കൊണ്ട്. അപ്പം അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമായിരുന്നു പണ്ട് മുതലേ എൻ്റെ സ്വഭാവത്തിൻ്റെ രീതി. വലിയ പ്രശസ്തനൊന്നും ആകും. മാത്യുച്ചൻ സെമിനാരിയൊക്കെ അടിച്ചു പൊളിച്ച് ഭയങ്കര പ്രശസ്തനായിരുന്നു. പക്ഷേ എന്നുപോലും തമ്പുരാൻ്റെ വഴികൾ വളരെ നിഗൂഢമാണ് എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അച്ഛനാകുമ്പോൾ വിചാരിച്ച് ഏതെങ്കിലും കൊച്ചു ഇടവക കിട്ടിയാൽ മതി, ഏതെങ്കിലും കൊച്ചു ഇടവകയിൽ ശാന്തമായിട്ട് ഒതുങ്ങിക്കൂടാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആദ്യം കിട്ടിയത് കൊച്ചു ഇടവകയാണ്. പിന്നെ വലിയ വലിയ ഇടവകളിൽ താമരശ്ശേരി രൂപതയിൽ ഏറ്റവും വലിയ ഇടവകയിൽ വികാരി വരെ ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇംഗ്ലണ്ടിലേക്ക് പോരാനായിട്ടിടയായത്. അതിനിടയിൽ 10 വർഷക്കാലം രൂപതയിൽ ജുഡീഷ്യൽ വികാരി, വിവാഹ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് ജുഡീഷ്യൽ വികാരിയായിട്ട് 10 കൊല്ലത്തോളം സേവനം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുപോലെ സെമിനാരിയിൽ പഠിപ്പിക്കാനായിട്ടൊരു 6 വർഷക്കാലം സാധിച്ചു. അതൊക്കെ തമ്പുരാൻ്റെ വഴികളെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ആഗ്രഹിക്കാത്ത മേഖലകളിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇപ്പം 4 വർഷമായി. 25ാമത്തെ വർഷം ജൂബിലി വർഷത്തിൽ തിരിച്ച് നാട്ടിൽ പോയി ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു. ദിവസങ്ങൾ കടന്നു പോകുന്നത് അറിയുന്നില്ല. പിന്നെ ഏതായാലും ജൂബിലി ആഘോഷം ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. ഇത്രയേറെ നിഗൂഢമായ വഴികളിലൂടെയൊക്കെ തമ്പുരാൻ നമ്മൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ എല്ലാത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനും ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനൊക്കെ സാധിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 25 വർഷക്കാലം ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായിരുന്നു. തമ്പുരാൻ ഒത്തിരിയേറെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അപകടങ്ങളിൽ നിന്നൊക്കെ പോകാതെ വീഴാതെ കാത്ത് കൈപിടിച്ച് നടത്തുകയായ അവസരങ്ങളൊക്കെയുണ്ട് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും ഒക്കെ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോന്നിട്ട് ഇന്ന് 25ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തമ്പുരാന് നന്ദി പറയുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് എൻ്റെ ആഗ്രഹം അതാണ്. ഇവിടെ ഈ കുഞ്ഞുമക്കൾക്ക് ആരെങ്കിലുമൊക്കെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇതൊക്കെ ഒരു പ്രചോദനമാകുകയാണെങ്കിൽ ഈ ജൂബിലി ആഘോഷം കൂടുതൽ ധന്യമായി എന്ന് ഞാൻ പറയും. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിത്തീരാതെ ദൈവജീവിതത്തിന് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുവാനായിട്ട് 1-2 പേരെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഈ ജൂബിലി ആഘോഷങ്ങളൊക്കെ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഒത്തിരി നീട്ടി പറയാതെ തമ്പുരാൻ ഒരിക്കൽ നന്ദി പറയുകയും നിങ്ങളുടെ വലിയ സ്നേഹത്തിനും സഹകരണത്തിനും ഒക്കെ നന്ദി പറയുന്നു. ഇവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ 1 വർഷക്കാലത്തോളം ഇവിടെ സെൻറ് ആൻസ് ഞാനായിരിക്കുമ്പോൾ ലൈഫ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായി. ഒത്തിരി നല്ലൊരു സമൂഹമായിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മയും സ്നേഹവും സഹകരണവും സന്തോഷവുമൊക്കെ ഒത്തിരിയേറെ പുരോഗമിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാ പറയേണ്ടത്? ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്നേഹബഹുമാനപ്പെട്ട ജൂബിലേറിയൻ തോമസ് അച്ഛ, സ്നേഹമുള്ള സോണിയച്ച,
പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് ഇംഗ്ലീഷിൽ വെച്ചിട്ടുണ്ട്. സോണിയച്ച് നന്ദി. പിന്നെ കത്തിച്ച തിരികളുമേന്തി ഈ മനോഹരമായ സായാഹ്നത്തിലെ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ആനയിച്ച ഈ പിഞ്ചോമനകൾക്ക് ഹൃദയം നിറഞ്ഞു നൽകി. അവർക്ക് അനേകർക്ക് ഒരു പൗരോഹിത്യ ജീവിതം അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതം ഒരു സ്വപ്നമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞു തീർക്കുന്നില്ലെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിക്കും. മാത്യു ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇതൊക്കെ കേരളത്തിലെ വലിയ ആഘോഷമായി നല്ല ഒരു അഡ്രസ്സുള്ള നല്ല പള്ളിയിൽ വെച്ച് ആഘോഷിക്കേണ്ടതായിരുന്നു. ഇത് ചെറുതായിപ്പോയി. എന്നാൽ ഞാനിവിടെ ഈ മരിച്ചിട്ടും തിരിച്ചിട്ടും കുണിച്ചിട്ടും ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു കേരള സഭയുടെ തന്നെ ഈ പ്രാതിനിധ്യമാണ്. അതുകൊണ്ട് ഇതൊട്ടും ചെറുതായി പോയിട്ടില്ല. ഇത് വലിയൊരു പ്രാതിനിധ്യത്തിൻ്റെ ശക്തിയാണ് ഇവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ആഘോഷമാണ്. നിങ്ങൾ നൽകിയ ഈ പൗരോഹിത്യത്തിന് നൽകുന്ന സ്നേഹപൂർവമായ ശക്തിക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം വളരെ സ്നേഹപൂർവ്വം നന്ദി പറയും. തലശ്ശേരി കടൽപ്പുറത്തെ മൈനർ സെമിനാരി ജീവിതം മുതൽ ആലുവ സെമിനാരിയും അതുപോലെ തന്നെ പിന്നീട് പൗരോഹിത്യം ദിവംഗതനായ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിൽ നിന്നും സ്വീകരിച്ച നിമിഷം മുതൽ ഇങ്ങോട്ടുള്ള പൗരോഹിത്യത്തിൻ്റെ ആഘോഷവേദികൾ എല്ലാം പല വേദികളിലൂടെ പല സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോന്നപ്പോഴും ഒരു വലിയ ദാനമാണ്. നമ്മുടെ ആരുടെയോ യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ നന്മ കൊണ്ടോ ഒന്നും നേടിയെടുത്തതോ വെട്ടിപ്പിടിച്ചതോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. മാത്യു എന്ന പേര് തന്നെ ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്നാണ്. അതുകൊണ്ട് ഈ പൗരോഹിത്യം എന്നത് വലിയ ദാനമാണ് എന്ന് തിരിച്ചറിയുവാൻ, അതനുഭവിക്കാൻ സാധിക്കുന്നു. അതിൽ നിങ്ങളോടൊത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ ചിന്തകളിൽ സോണിയച്ചൻ വളരെ ശക്തമായി എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്പിരിച്വാലിറ്റി ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്ന സമയത്ത് പറഞ്ഞു, ഇത് വലിയ ദാനമായത് ഈ ലോകത്തിനും സഭയ്ക്കും നൽകുന്ന ദാനമാണ് പൗരോഹിത്യമെന്ന്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ശിഷ്ടജീവിതം കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ തോമസ് അച്ഛനെ 25 വർഷമായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇനി കഴിഞ്ഞ ദിവസം എങ്ങാണ്ടോ പട്ടം കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നാറ് പലപ്പോഴും. കാരണം ഇതൊരു 25 വർഷമായോ എന്നാണ്. 25 വർഷമായിക്കാണും. 24 വർഷം കഴിഞ്ഞ് 25ലേക്ക് വളരെ വേഗം കടന്നു പോകുന്നത് പോലും, ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് കടന്നു പോയത് കൊണ്ടും, പിന്നെ ജീവിതത്തിൽ ഈ പൗരോഹിത്യ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പകുതിയോളം 50-50ആണ്, അകത്തും പുറത്തുമാണ് എന്ന് പറഞ്ഞാൽ കുറേ നാൾ കേരളത്തിൽ, പിന്നെ കുറച്ച് നാൾ പുറത്ത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പാർപ്പിക്കുന്ന ഒരു പൗരോഹിത്യമാണ് ഈ സഞ്ചാരിയുടെ ആത്മീയത പോലെ. അങ്ങനെയാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. വളരെ സന്തോഷമുണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ. പിതാക്കന്മാർ, അതുപോലെ തന്നെ അനേക വൈദികർ, സന്യസ്തർ, അൽമായർ, പ്രത്യേകിച്ച് പാരിഷ് കൗൺസിൽ, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തന മേഖലകൾ, ഇതെല്ലാം വളരെ സന്തോഷപ്രദമായിരുന്നു, ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. മംഗലപ്പുഴ സെമിനാരിയിലെ പ്ലാവുകൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായതിനാൽ വളരെ സജീവമായിട്ട് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കീറുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ നാളുകളും അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ കൂട്ടായ്മകളും ഒക്കെ അനുഗ്രഹമായി. ഏതായാലും ഇത് വലിയ ദാനമാണ് എന്നറിഞ്ഞ് ഇനിയും ദൈവത്തിന് സ്തുതി പറഞ്ഞ് ജീവിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ എൻ്റെ ജൂബിലി ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ആഘോഷിച്ച് അവസാനിക്കുന്നില്ല. ഈ ഒരു വർഷം മുഴുവൻ ജൂബിലി വർഷമാണ്, 25 വർഷത്തിന്.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും ജൂബിലിയുടെ ഭാഗമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് സജീവമായ ബലിയിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സമർപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജൂബിലി സമ്മാനം. നിങ്ങൾ വളരെ മനോഹരമായ ജൂബിലി സമ്മാനങ്ങൾ നൽകി, പൂക്കൾ നൽകി. ഇതെല്ലാം വളരെ സ്നേഹപൂർവ്വം ആദരിക്കുകയും ഓർക്കുകയും അതുപോലെ തന്നെ നന്ദി അറിയിക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾക്കായി നൽകുന്ന പ്രാർത്ഥനയായിരിക്കും ഏറ്റവും വലുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെപ്പോലെ ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും വന്നവരായ ഞങ്ങളുടെ പരിമിതികളും പോരായ്മകളുമെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ആ പരിമിതികളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളിലെ ശുശ്രൂഷ വഴിയായി, പൗരോഹിത്യ ശുശ്രൂഷ വഴിയായി നിങ്ങൾക്കും ഈ സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം കൂടുതലായി അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ സായാഹ്നം മനോഹരമാക്കിയ എല്ലാ ചിന്തകൾക്കും, എല്ലാ കരങ്ങൾക്കും, എല്ലാ ഹൃദയങ്ങൾക്കും വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്നേ ദിവസം പൗരോഹിത്യത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന തോമസ് അച്ഛന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ധന്യത ഏറെ ശോഭനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈശോ മിശിഹായിയെ സ്തുതിയായിരിക്കട്ടെ. പാടുന്നു നിന്നിൽ അലിയ പാടുന്നു നിന്നിൽ അലിയാൻ മിഴിനീരോടെ ആരാധന 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 നിന്നാമം ഉരുവിടുവാൻ നിൻ ഗീതം ആലപിക്കാൻ നിന്നാമം ഉരുവിടുവാൻ നിൻ ഗീതം ആലപിക്കാൻ എന്നാവിനെ ഒരുക്കിയിടുന്നു വണങ്ങിടുന്നു എന്നാവിനെ ഒരുക്കിയിടുന്നു തിരുപ്പാതെ
എഴുന്നള്ളുമ്പോ എല്ലാം മറന്നു സ്തുതി പാടുന്നു നിന്നിൽ അലിയാൻ മിഴിനീരോടെ ആരാധന 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 മാംസം ഭോജനമായി നിൻ രക്തം പാനീയമായി നിൻ മാംസം ഭോജനമായി നിൻ രക്തം പാനീയമായി നിന്നിലായി ലയിക്കും എൻ ജീവിതം നിൻ തിരുമുൻപിൽ സമർപ്പിക്കുന്നു നിന്നിലായി ലയിക്കും എൻ ജീവിതം നിൻ തിരുമുൻപിൽ സമർപ്പിക്കുന്നു